ഞാൻ നോക്കുമ്പോ ഞാൻ ഓടി ചെല്ലുമ്പോ ആംബുലൻസില് കുട്ടീനെ കയറ്റാൻ വേണ്ടിട്ട് കുട്ടീനെ എടുത്ത് ആ കുട്ടീനെ ആ ഉണ്ണീനെ എന്റെ കയ്യിൽ തന്നു. ഇവര് പിന്നെ മുഴുവൻ ആ കുട്ടീനെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് 20-ാം തീയതി പുലർച്ച തൊട്ടുള്ള പ്രശ്നങ്ങളാ മക്കളെ. ചിന്തക്കെ മരിച്ച അങ്ങനെയൊക്കെ ചിന്ത പറഞ്ഞില്ല സത്യത്തില്. അപ്പൊ എനിക്ക് കണ്ണിന്ന് വന്ന് വെള്ളം തുടങ്ങി. പിന്നെ ഇവിടെ കാണാനില്ല എന്തെന്നാ പറയാ. അപ്പൊ ബാക്കി ഇവിടെ കഴിഞ്ഞിട്ട് മുൻ പോയ ആൾക്കാര് പ്രസവം കഴിഞ്ഞ് വന്നു. ഈ പെൺകുട്ടികളെയും കൊണ്ടുപോയി, കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി. പക്ഷെ പ്രശ്നത്തിന്റെ സമയങ്ങളിൽ ആരും ഇല്ലാണ്ടാവുമ്പോ സംഭവം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാവും ആരൊക്കെ നമുക്ക് ഉണ്ടാവും. കുട്ടി ജനിച്ചു പറയുമ്പോ അവരുടെ ബന്ധുക്കാരോണ്ട് തിങ്ങി നിറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സെക്യൂരിറ്റി മാറ്റം ചെയ്യാം അവിടുത്തെ ചേച്ചി. നമ്മളെ ഉണ്ണി വന്നപ്പോ ഞാനുണ്ട്, മിന്നൂസ് ഉണ്ട്. അപ്പൊ ചേച്ചി പറഞ്ഞു ഉള്ളി കയറി കണ്ടോ. എന്നെ ഇത്രയും സ്നേഹിച്ചെന്റെ ഇത്രയും എന്താ പറയാ വേദനയൊക്കെ എടുത്ത് എന്നെങ്കിലും നോക്കണം എന്റെ കൊണ്ടായിട്ട് നന്ദിക്കൊണ്ടെങ്കിൽ ഞാൻ ഇത്രയും പ്രതീക്ഷ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഷാലൂസ് അഡ്മിറ്റായി. അവിടെ നിന്നൊക്കെയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോണ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാട്ടോ. അപ്പോ 19-ാം തീയതിയാണ് കേട്ടോ നമ്മുടെ ഷാലൂസിനെ അഡ്മിറ്റ് ആക്കിയത്. 19-ാം തീയതി അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞാൽ കാലത്തൊരു 7:30 ആകുമ്പോഴൊക്കെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒരു 6 മണിക്കൊക്കെ നമ്മൾ സെറ്റായി നമ്മൾ ഒരു ചേച്ചീനെ നമ്മൾ നിർത്തുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മറ്റേ ചേച്ചി പറ്റിച്ച് പോയി. അതല്ലാണ്ട് വേറെ ചേച്ചിനെ കിട്ടി. അപ്പോൾ ആ ചേച്ചി പൂവഴിക്കുന്നയാളുടെ വീട്. അപ്പോൾ ഊരാൻ ഭാഗത്തുനിന്ന് നമ്മൾ ഇരിങ്ങാലൂടെ. അപ്പോൾ ആളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കറക്റ്റ് ഒരു 6:45-7 മണിയായപ്പോൾ ആളവിടെ ഇറങ്ങി നിന്ന് റോഡ് സൈഡിൽ. ഞങ്ങളപ്പോൾ ഇവിടുന്ന് പൂവഴിക്ക് ആ ചേച്ചിനെ കയറ്റി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണ്. ഒരു 7:30 ആയപ്പോൾ 7:30 ആകുമ്പോഴേക്ക് എത്തിയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ അഡ്മിഷൻ എടുത്തു. കാരണം ഈ 19-ാം തീയതിയാണ് ഞാൻ ഷാലൂസ്, മിന്നൂസ്, ആ ചേച്ചി. അപ്പോൾ അങ്ങനെ 4 പേരും കൂടിയിട്ട് പോയി അവിടെ അഡ്മിഷൻ എടുത്തു ഉള്ളിലേക്ക്. അങ്ങനെ ആ ചേച്ചി ഉള്ളും കൂടി പോയിട്ട് ഉള്ളിലേക്ക് അപ്പോൾ കയറ്റില്ല, കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. ഞാനും ഇവളെ ഉള്ളിൽ കയറ്റി. അപ്പോൾ ഇവളുടെ കുറേ ടെസ്റ്റുകളും കാര്യങ്ങൾ, പിന്നെ ബാക്കിയുള്ള ഷുഗർ ടെസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഏറ്റവും അവസാനം ഒരു 11 മണി 11:30 ആയപ്പോൾ ആ ചേച്ചിനും കൂടി കയറ്റി ഇവളെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടെസ്റ്റുകൾക്കൊക്കെ പോയി സെറ്റായിട്ടുണ്ടായിരുന്നു. ടെസ്റ്റുകളൊക്കെ പോയി ഞാൻ വാങ്ങി കൊണ്ടുവരും, ടെസ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ കയറ്റില്ല. അപ്പോൾ ആ ചേച്ചിനെ അപ്പോൾ പുറത്തന്നെ ഇരുത്തിണ്ടായിരുന്നത്. പിന്നെ എല്ലാം കറക്റ്റ് ആയതിന് ശേഷമാണ് ഉള്ളിലേക്ക് ആ ചേച്ചിനെ കയറ്റിയേട്ടാ. ഒരു 11:30 കൂടിയിട്ട് ഉള്ളിൽ കയറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പിന്നെ ഇവർക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയോ മെഡിസിൻ കൊടുക്കാനുണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാനും മിന്നൂസും പുറത്തങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഇരിക്കും. പിന്നെ അവിടെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്, ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഇതുമാതിരി അവരോട് വർത്താനം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അന്ന് വൈകുന്നേരമായി. പിറ്റേ ദിവസമാണ് ഇവൾക്ക് സർജറി വരുന്നത്. ഫുൾ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ നീറ്റിലൊക്കെ കുത്തുക, 2 കൈയും കുത്തുക, പിന്നെ കുറേ മരുന്നുകള്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളിൽ ചെന്നപ്പോ സിസ്റ്റർമാരൊക്കെ നല്ല കമ്പനിയായിരുന്നു. അത് കാരണം കൊണ്ട് മാത്രം നമുക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ലേ. ഇവര് പുറത്തായിപ്പോ നമുക്ക് ആകെ ഇതായി. ആരുമില്ലല്ലോ, അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇതായത് ആരുമില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇതായി വിഷമായി. നാളെ സിസേറിയൻ ചെയ്യാൻ പോവാ, എന്താ ചെയ്യാ, ഇവരൊക്കെ പുറത്ത്. പിന്നെ അതിനിടയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിന് സിസേറിയൻ കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തലേദിവസം കഴിഞ്ഞായിരുന്നു ഞങ്ങൾ വരണ്ടേ. അപ്പൊ അന്ന് വൈകുന്നേരത്തിന്റെ ശ്വാസം മുട്ടൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാ മിന്നുവിന്റെ ഇതിന് എനിക്ക് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. ചെല്ല ഉണ്ണിനെ കിട്ടൂലോ. 20 വയസ്സൊക്കെ 20-21 വയസ്സുള്ളപ്പോ ചെല്ല ഉണ്ണിനെ കിട്ടൂലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു. അപ്പൊ ഞങ്ങൾ സിസേറിയൻ ചെയ്തോ, ഒരു പേടിക്കണ്ട, നമുക്ക് ചെയ്യാം, സിസേറിയൻ ചെയ്യാം, അങ്ങനെയായിരുന്നു. പക്ഷെ ഇതിന് അങ്ങനെയല്ല. ഇതിന് വെച്ചാൽ ഭയങ്കര വിഷമമായി. വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേരണം നിന്ന് പുറത്ത് ഞാൻ മാത്രം ഒറ്റയ്ക്ക്. ഞങ്ങളാണെങ്കിൽ ഒരൊറ്റ രാത്രി പിരിഞ്ഞു നിന്നിട്ടില്ല. ആകെ കൂടി 10-20 ദിവസം നിന്നത് എപ്പോഴെങ്കിലും ഒരു കാലത്ത് നിന്നെങ്കിൽ നിന്നിട്ടുള്ളൂ. പിന്നെ മലക്കൊക്കെ പോകുമ്പോട്ട് മലയ്ക്ക് പോകുമ്പോ ഞാൻ പോയി കഴിഞ്ഞൊരു പോക്ക ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. ആ ഒരാഴ്ച ആണ് ഉണ്ടാവുക. പിന്നെ ഒത്തിരിക്കാനെ പോക്കും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ മലയ്ക്ക് നോക്കുമ്പോഴും മാത്രമാണ് ഈ പിരിഞ്ഞിക്കലുള്ളത്.
മഴ അത് ശരിയാ. ഇവര് പുറത്തേക്ക് ഇറങ്ങിയപ്പോ തൊട്ട് നല്ല മഴ, ബെസ്റ്റ് മഴ. ഞാൻ ചെല്ലാണ്ട് ഇവിടുന്ന് ഇറങ്ങുന്നത് നല്ല വെയിലായിട്ടാ. ഇവിടുന്ന് പോയി ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോ പിന്നെ പുറത്തേക്ക് നോക്കുമ്പോ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോ ഇവരിനെ കാണുമ്പോക്ക് നല്ല മഴ. പിന്നെ രാത്രി നല്ല മഴ, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞങ്ങള് പോയി ഞങ്ങളവിടെ കിടക്കല്ല, ഞങ്ങളവിടെ ഇരിക്കുന്ന ഒരു 11 മണി 11 ഇവൾക്ക് അറിഞ്ഞിട്ട് വിളിച്ചിരുന്നു. ആ കുട്ടീനെ കൊണ്ടുപോകുമ്പോ ഇവൾക്ക് ടെൻഷനായി. നമുക്ക് ശ്വാസം മുട്ടുണ്ട്, ശ്വാസതടസ്സം വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വെള്ളം മുട്ടി ഒക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മളുണ്ടായ. അപ്പൊ എനിക്ക് വരുന്ന പറഞ്ഞ കാര്യങ്ങള് ആ പെൺകുട്ടിക്ക് വന്നു. ആ കുട്ടി ശ്വാസം കിട്ടാണ്ട് വലിക്കുക. എന്റെ ഭഗവാന്, ഞാൻ ഓടി ചെല്ലുമ്പോ ആംബുലൻസില് കുട്ടീനെ കയറ്റാൻ വേണ്ടിട്ട് ഇവിടെ കുട്ടീനെ എടുത്ത് ആ ഉണ്ണീനെ എന്റെ കയ്യിൽ തന്നു. ഇവര് പിന്നെ മുഴുവൻ ആ കുട്ടീനെ എടുത്തായിരുന്നു. എന്ത് ചെയ്യുന്നുള്ളൊരു ഇത് എനിക്ക് അങ്ങോട്ട് പ്രസവിക്കാനായിട്ട് നിൽക്കാണ്. പിന്നെ ഈ ഒരു ഉണ്ണിവാവൻ എന്താ ചെയ്യുന്നത്? ഉണ്ണിവാവനെ പാലിന് കുടിക്കാൻ കരയില്. അയ്യോ, ആ കുട്ടിയാണെങ്കിൽ ശ്വാസം കിട്ടാണ്ട് എന്റെ അമ്മ വീണു. അതിനെ കൊണ്ടുവന്ന് ആശ്വസിപ്പിച്ചിട്ട് എന്നിട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നിട്ട് വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം അത് പിറ്റേ ദിവസം അപ്പൊ അന്നത്തെ ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങള് വീണ്ടും ഇതേമാതിരി തന്നെ ലേബർ റൂമിന്റെ പിറ്റേ ദിവസം കാലത്ത് തൊട്ട് ഒരു പ്രസവം എന്ന് പറഞ്ഞു എന്തായിരിക്കും അറിയാലോ. സംഭവം വീട്ടിലേക്ക് വന്നിട്ടില്ലടാ, ഞങ്ങളവിടെ തന്നെ, ഞാനും മിന്നൂസ് അവിടെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ അവിടുത്തെ ബാത്റൂമിൽ തന്നെ കുളിച്ച് ഡ്രസ്സ് മാറി സെറ്റ് ആയി. ഇവിടുന്ന് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊണ്ടുപോയി, എല്ലാ കാര്യങ്ങളും സെറ്റ്. അപ്പൊ അവിടുത്തെ ബാത്റൂമിൽ തന്നെ കുളിച്ച് ഡ്രസ്സ് മാറി വീണ്ടും വീട്ടിൽ നിന്ന് വന്നവര് എല്ലാവരും വിചാരിക്കും വീട്ടിൽ നിന്നാണ് അവര് വന്നത്. കാരണം അതേമാതിരി സെറ്റായി എല്ലാവരും അത് പറയുന്നുണ്ട്. എന്റെ അടുത്ത് പ്രസവം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അച്ഛനും മോള് വീട്ടിൽ പോയിട്ട് വന്നൂല്ലേ? വീട്ടിൽ പോയിട്ട് അവര് ഞാനിവിടെ വന്നപ്പോ തൊട്ട് അവര് പോയിട്ടില്ല. ഇവര് ബാത്റൂമിൽ അവിടെ പുറത്തെ ബാത്റൂമിൽ പോയി കുളിക്കും, പിന്നെ ഫുൾ മേക്കപ്പ് ചെയ്തിട്ട് നിക്കുള്ളൂ. ഞങ്ങൾ 3 പേര് എങ്ങനെയാട്ടാ ഞങ്ങള് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി അവിടേക്ക് പൊട്ടുവാക്കിയപ്പോ എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുക. അപ്പൊ ഞാൻ മിന്നു സെറ്റ് അടക്കം വിളിച്ചു. അപ്പൊ ഞങ്ങൾ ബാത്റൂമിനോട് പോയി കുളി കഴിഞ്ഞ് മറ്റേ എല്ലാ വെളിച്ചെണ്ണയും ഇതൊക്കെ സെറ്റാക്കി അതല്ല സൺക്രീം ഒക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് സെറ്റായി എല്ലാവരും. എന്നിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ അവര് വിചാരിക്കും വീട്ടിൽ നിന്ന് പറഞ്ഞവര് അങ്ങനെ വിചാരിക്കും അവര്. പക്ഷെ നമ്മള് വീട്ടിലേക്ക് വന്നിട്ടില്ല, നമ്മൾ അവിടെ തന്നെയാണ് എല്ലാവരും. പക്ഷെ അവിടെ സൂപ്പറാണ് കേട്ടോ, അവിടെ ബാത്റൂം ഒക്കെ ക്ലിയർ ആണ്. നമ്മുടെ ജില്ലയിലത്തെ കേസ് പറഞ്ഞ മാതിരി നല്ല അടിപൊളിയായിട്ട് നിൽക്കാം, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങള് ലേബർ റൂമിന്റെ അടയ്ക്ക് പോയി. പിന്നെ 19-ാം തീയതി അഡ്മിഷൻ, അത് കഴിഞ്ഞ് 20-ാം തീയതി പുലർച്ച തൊട്ടുള്ള പ്രശ്നങ്ങളാ മക്കളെ. അതിടല് ഇതിടല് ബ്ലഡ് പരിശോധിക്കല്. എനിക്ക് എന്താ പറയാ, ലൈഫില് സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ഉണ്ണി വേണ്ട, ഞാൻ ഇനിയിപ്പൊ ഉറപ്പായിട്ട് നിർത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഉണ്ണികള് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ കണ്ടത് പറഞ്ഞിട്ടുള്ളത് എനിക്കൊരു 3 ഉണ്ണികള് വേണം. എങ്ങനെ പോയാലും 3 ഉണ്ണികൾ വേണം എന്നുള്ളൊരു സെറ്റ് ഇതാ. പക്ഷെ ഇപ്പൊ എനിക്ക് 2ാമത്തായി ഇപ്പൊ എനിക്ക് കുറെ പ്രശ്നങ്ങളായിരുന്നു. കാരണം നമുക്കൊരാളില്ലേ നോക്കാൻ. അതൊക്കെ ആയിപ്പോ ഞാൻ ഈശ്വര ഇനി വേണമെന്ന് വരെ ചിന്തിച്ചു. പക്ഷെ പ്രശ്നം നിർത്തിയിട്ടില്ല. എന്നാലും ഞാൻ ചോദിച്ചു ഇനി വേണമെന്ന് കേട്ടാണ്. പക്ഷെ ഞങ്ങള് ഇപ്പൊ ഒരു ഇതില് ഇങ്ങനെ പോട്ടെ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എന്താ പറയാ അഡ്മിഷൻ കഴിഞ്ഞ് 19-ാം തീയതി അഡ്മിഷൻ കഴിഞ്ഞു. 20-ാം തീയതി പുലർച്ചെ തൊട്ടുള്ള ഓരോരോ വയറ് കഴുകല്, പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യല്, പിന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മളെ ഇതൊക്കെ നോക്കല്, BP ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും ഇങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞൊരു ഏറ്റവും മുന്നേ എന്നെയാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി, ദൈവമേ ചേട്ടനാണെങ്കിൽ ഉണ്ണിനെ കൊണ്ട് ബാത്റൂമിലേക്ക് പോയിക്കണ. ആ സമയത്താണ് പറഞ്ഞ 8 മണി 9 മണി ടെൻഷൻ ദൈവം ഒരാളില്ല, എന്ത് ചെയ്യൂ. എനിക്ക് സർജറി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കരഞ്ഞിട്ട് കാണാട്ടെ, ഞാൻ പോയിട്ട് വരാട്ടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാനിങ്ങനെ ഞങ്ങൾ മാത്രണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ പോയി സത്യം പറഞ്ഞ ഫുള്ള് ഞാൻ ഇനിയിപ്പോ കുട്ടീനെ കിട്ടി അമ്മ മരിക്കും. എനിക്ക് ശ്വാസതടസ്സം വന്നു തുടങ്ങി, ടെൻഷൻ കൂടി. ഇപ്പൊ ഞാനും എനിക്ക് കണ്ണിനാണോന്നറിയാം ഇവിടെ കാണാൻ ഇനിയിപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ. അപ്പൊ എന്റെ ചിന്തയൊക്കെ ഇനി മരിച്ച അങ്ങനെയൊക്കെ ചിന്ത തുടങ്ങിയിട്ടാ സത്യത്തില്. അപ്പൊ എനിക്ക് കണ്ണിന്ന് വന്ന് വെള്ളം തുടങ്ങി. പിന്നെ ഇവിടെ കാണാനില്ല, എന്തെന്നാ പറയാ.
അപ്പോ ബാക്കി ഇവിടെ കഴിഞ്ഞിട്ട് മുൻ പോയ ആൾക്കാര് പ്രസവം കഴിഞ്ഞ് വന്നു. ഈ പെൺകുട്ടികളെയും കൊണ്ടുപോയി, കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി. പക്ഷെ ഇവിടെ കാണല്ലേ ഏറ്റവും അവസാനം നീ ആയിരുന്നോണ്ടില്ല. സത്യം വിഷമല്ല, എന്താ പറയാ, നമുക്ക് നമ്മുടെ എന്താ പറയാ പ്രശ്നത്തിന്റെ സമയങ്ങളിൽ ആരും ഇല്ലാണ്ടാവുമ്പോ സംഭവം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് മനസ്സിലാവും ആരൊക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിൽ ആരൊക്കെ നമുക്ക് സത്യം പറഞ്ഞ എന്റെ കണക്ക് എനിക്ക് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ട്. ആള് പറയാണ് നീ പോയിക്കോട്ടാ, അങ്ങനെ പോകുന്ന ചീത്തയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത് നീ പോയിക്കോ, ഒരു കുഴപ്പം വരില്ല പോയിക്കോന്ന്. പിന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാം, പ്രസവിച്ച് ഇതായിട്ട് വരാം, സിസ്റ്റർ കഴിഞ്ഞ് വരാം എന്നുള്ള ധൈര്യം കിട്ടി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കരഞ്ഞ ആകെ വിഷമുണ്ട്. പക്ഷെ അന്നേരം അറിയാണ്ടാള് പോയിട്ട് വരട്ടാന്ന്. പക്ഷെ ഇവിടെ കാണാണ്ടായപ്പോ ടെൻഷൻ ആകെ. പിന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി. ഏറ്റവും അവസാനാണ് ഒരു അവസാനമായിപ്പോ പ്രസവിച്ചു എന്ന് പറഞ്ഞു, പെൺകുട്ടിയെന്ന് പറഞ്ഞു. പിന്നെ പെൺകുട്ടീനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം, നമ്മൾ പേര് വരെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, പേര് വരെ സെലക്ട് ചെയ്തിട്ട്. ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്ക് അപ്പോഴും എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കേസൊന്നും പറയുന്നില്ല. അപ്പൊ എനിക്കൊരു പേടി കിടന്നു, കാരണം കുട്ടീനെ കൊണ്ട് കാണിച്ചു തന്നു. കുട്ടി ഭയങ്കര ആക്റ്റീവാ, കാരണം വീഡിയോസ് ഒക്കെ ഉണ്ടാവും ഞങ്ങള്. അപ്പൊ ഭയങ്കര ആക്റ്റീവാ. മിന്നുവിനും ഭയങ്കര നഷ്ടം. അപ്പൊ ഒരു ആദ്യ ഫസ്റ്റ് വിഷമം വന്നത് ഇവിടെ ഒന്നും അറിയുന്നില്ല ഇവളെ കേസ്. പിന്നെ എനിക്ക് വിഷമം വന്നു വെച്ചാൽ എല്ലാവരും ബന്ധുക്കാര് വന്നു നിന്നിട്ട് കുട്ടി ജനിച്ചു പറയുമ്പോ അവരുടെ ബന്ധുക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അവസാനം സെക്യൂരിറ്റി മാറ്റം ചെയ്യാം അവിടുത്തെ ചേച്ചി. നമ്മളെ ഉണ്ണി വന്നപ്പോ ഞാനുണ്ട്, മിന്നൂസ് ഉണ്ട്. അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഉള്ളി കയറി കണ്ടോ, കുറെ നേരം കാണിച്ചുട്ടാ. അതും പറയാലോ. മറ്റേ എങ്ങനെയാ വെച്ചാൽ അവർ തിക്കും തിരക്ക് അടിച്ചിട്ട് വേഗം കൊണ്ടുപോകും. പക്ഷെ സംഭവം അപ്പൊ എല്ലാവരും ഞങ്ങളെ നോക്കാം, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആരുമില്ലേ അങ്ങനെ സംഭവം. അവിടെ ഉള്ളൊരു മുഴുവൻ നമ്മുടെ ആൾക്കാരായിരുന്നു. അതാണ് സത്യം. ദൈവത്തിന്റെ കളി എന്ന് പറയില്ല, ദൈവം നിലയിറങ്ങി വരാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാർ വരുന്ന ദൈവം. അതുപോലെ സെക്യൂരിറ്റി തൊട്ട് ബന്ധു ചേച്ചി ഇവരുടെ ലേബർ റൂമിന്റെ അവിടെ നിൽക്കണതാണ് ബിന്ദു എന്ന് പറഞ്ഞ ചേച്ചി. ക്ലീൻ ചെയ്യണം ചേച്ചിയുണ്ട്. ആ ചേച്ചി നമുക്ക് വേണ്ട കാര്യങ്ങൾ പിന്നെ ഇവിടെ കാണാൻ വന്നു. പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധു പോലത്തെ ചേച്ചി, ബന്ധുന്നല്ല കേട്ടോ, അവിടെ നിന്ന് സംസാരിച്ചൊരു ചേച്ചി നമുക്ക് ഉണ്ണിക്ക് ഡ്രസ്സും കുറച്ച് പൗഡറും ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഞങ്ങള് വേറൊരു ചേച്ചിയുടെ മോന്റെ ഭാര്യ പ്രസവിക്കാനുണ്ടാക്കും മരിയോട്. അപ്പൊ ആ ചേച്ചിയായി സംസാരിച്ചു. അങ്ങനെ ഞങ്ങളായിട്ട് കമ്പനിയൊക്കെ ആയി. അപ്പൊ പ്രതീക്ഷിക്കാണ്ട് ആ ചേച്ചിയാണ് ഫസ്റ്റ് ഉണ്ണിക്ക് ഡ്രസ് എടുത്ത് ആ ചേച്ചി. അപ്പൊ എന്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കാത്ത ആൾക്കാർ കുറെ ഹെൽപ്പ് ചെയ്യൽ മാത്രല്ല സഹായിച്ചു. പിന്നെ നമുക്ക് കൂടിയുണ്ടെന്നുള്ള തോന്നല് വരുത്തി. പിന്നെ അങ്ങനെ കുറെ സംഭവം ഉണ്ടായിട്ട് അവിടെ വിളിക്കുന്നത് തന്നെ ഇപ്പൊ നമ്മളെ വിളിക്കുന്നത് തന്നെ യൂട്യൂബറെ അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കുമ്പോ നമ്മള് പേര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിങ്സ് എന്ന് വിളിക്കാം. ഞാൻ മിന്നൂസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിങ്സ് സെക്യൂരിറ്റി കുട്ടീനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവിടെ കൊണ്ടു. അപ്പോഴാണ് സമാധാനമായി. കൊണ്ടതല്ല എനിക്ക് വിഷമായതേ ഉണ്ണിയത്. അപ്പൊ നമുക്കറിയുന്ന അങ്ങനെ ഉണ്ടാവല്ലോ, എന്തായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മൾ സ്വീകരിക്കും, കാരണം നമ്മുടെ ഉണ്ണിയാണല്ലോ. പെൺകുട്ടിയാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കാണണേ ചെറിയ സത്യം പറയാലോ, മറ്റുള്ളവരെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. എനിക്ക് ഉണ്ണികളെന്ന് വെച്ചിട്ട് ഭയങ്കര ജീവനാ. അപ്പൊ സ്വന്തമായിട്ട് കിട്ടുമ്പോ തന്നെ അറിഞ്ഞൂടെ. ഞാൻ മോളെ തന്നെ മൂത്തതിന് തന്നെ അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ വളർത്തിയതാ. 10 വയസ്സ് വരെ താഴ്ത്തു വെച്ചിട്ടില്ല, അതുപോലെ ഞങ്ങൾ വളർത്തിക്കണേ. അപ്പൊ രണ്ടാമത് കിട്ടിയപ്പോ ഞാൻ ചോദിക്കാട്ടാ ഉണ്ണിയുടെ കുഞ്ഞിനാണ്. അപ്പൊ എനിക്ക് മുഖമൊക്കെ ഇങ്ങനെ ചില ഉണ്ണികളെ കണ്ടിട്ടില്ലേ, വയ്യാത്ത ഉണ്ണികളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് മനസ്സിലേക്ക് ഇങ്ങനെ പേടിയായിരുന്നു. എനിക്ക് ഓരോരോ ശ്വാസം മുട്ട് ഓരോ സ്ഥലത്ത് വരുമ്പോൾ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാവോ ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ ഉണ്ണിക്കെന്ന് വെച്ചിട്ടാണ് ഞാൻ. അപ്പൊ ഉണ്ണിയോടെ എനിക്ക് ഉണ്ണി കാണാം സ്റ്റിച്ചിട്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഉണ്ണിന്ന് കാണിച്ചു തരും. അപ്പൊ അവര് പറഞ്ഞു കാണിച്ചു തരാ തോന്നുന്നു. പിന്നെ എനിക്ക് കാണിച്ചിട്ടില്ല, അവര് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് കൊണ്ടുപോയി. പിന്നെ അരമണിക്കൂർ കണ്ട് ഗ്രാമനാണുണ്ടായിട്ട് ഞാൻ ചോദിക്കുക എങ്ങനെ ഇവരെ കണ്ടുട്ടോ. ഇവരെ കണ്ടപ്പോ ഇങ്ങനെ കൈ പിടിച്ച് കണ്ടു പറഞ്ഞു ശരി കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കണ്ട. പെട്ടെന്ന് തന്നെ മിന്നിന്റെ എനിക്ക് ഇങ്ങനെ വിറയുണ്ടായിരുന്നു. പക്ഷെ ഇവള് ഞാൻ കാണുമ്പോ നല്ലൊരു നോർമൽ മൈൻഡാണ് കാരണം. അപ്പൊ കുഴപ്പമില്ലടാ. അപ്പൊ സെക്യൂരിറ്റി പിന്നെ ഞങ്ങളിങ്ങനെ കൈ പിടിച്ച് അപ്പൊ വേറെ ആൾക്കാരെ സെക്യൂരിറ്റി കാരണം വെച്ച് കഴിഞ്ഞാ നമുക്കിപ്പോ ഞാൻ പിന്നെ മാത്രമേ മിന്നൂസിനെ കാണണായിരുന്നു എന്റെ പൊന്നോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി ആവുമ്പോ ശരിക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും ഉള്ളതിനെക്കാട്ടും കൂടുതൽ ചേച്ചിമാർക്കാവുന്ന എനിക്ക് അന്നാ അപ്പഴ മനസ്സിലാണ്. കാരണം എന്റെ മിന്നൂട്ടി പറഞ്ഞിട്ടാ ഭയങ്കര ഇഷ്ടാവും ചെയ്തു. ആളെ അന്ന് തന്നെ എടുത്തു
ഇപ്പൊ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് നടക്കുന്ന അല്ല ഞാനാണ് പറയാ ഇങ്ങനെ വയറൊക്കെ കാണുമ്പോ ഞാൻ പറയാം ചിലപ്പോ ഇത് ആൺകുട്ടിയാവും. പിന്നെ അമ്മയ്ക്ക് എന്താ ഉറപ്പുണ്ട് അത് ആൺകുട്ടി ഉറപ്പുണ്ടായിട്ടില്ല. മിന്നോ എനിക്ക് വയറിങ്ങനെ ചൊറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവല്ലോ മിന്നുനെക്കാട്ട് വ്യത്യാസം. അപ്പൊ ഞാൻ ഇതിപ്പോ ആൺകുട്ടിയാവും മിന്നോ അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നെ. ഇവര് രണ്ടുപേരും എന്തായാലും ഉറപ്പാ പെൺകുട്ടി പിന്നെ ചാടോ നിനക്ക് പെൺകുട്ടി. അപ്പൊ ഞാൻ പറയും അങ്ങനെ പറയല്ലേ ആൺകുട്ടിയാലും പെൺകുട്ടിയാലും കുഴപ്പമില്ല. അപ്പൊ മിന്നു പറയും ഇത് പെൺകുട്ടിയമ്മ ഇത് പെൺകുട്ടിയമ്മ എനിക്ക് പെൺകുട്ടീനെ വേണം എനിക്ക് അമ്മ ഞാൻ എത്ര വേണമെങ്കിൽ പ്രസവിച്ചോ എനിക്ക് ഇതൊരു പെൺകുട്ടി വേണം. ഇനിയിപ്പോ ആൺകുട്ടിയാവോ അപ്പൊ അല്ല എനിക്ക് ചിലർ പറയില്ലേ കറക്ക വെറുതെ പറയാട്ടോ അതൊക്കെ വെറുതെ കാരണം ഞാൻ ചോദിച്ചോട്ടാ. കാരണം മിന്നു പറയുന്നത് മിന്നുവിന് പെൺകുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോ ഞാൻ പറയുന്നത് ദൈവമേ കഴുത്തൊക്കെ കറുപ്പ് ആകതായി കൈയും കാലൊക്കെ കറുത്തു. അപ്പൊ ഞാൻ പറ്റുക പിന്നെ എന്തൊരു സംഭവിച്ചു പ്രസവിച്ച് കഴിഞ്ഞു. അന്ന് ഇവളെ റൂമല്ല വാർഡിലേക്ക് മാറ്റി അന്ന് വൈകുന്നേരം ഇവൾക്ക് ശ്വാസം ബ്ലീഡിങ് കൂടി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പൊ എന്നെ വൈകുന്നേരം വേഗം വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇഞ്ചക്ഷൻ വേദന ഇഞ്ചക്ഷൻ ഭയങ്കര വേദന സംഹാരി അങ്ങനെ വേറെ മരുന്നുകള് എന്നോട് വാങ്ങിച്ച് പുറത്തുനിന്ന് ഒരു ഇതൊക്കെ പുറത്തുനിന്നായിരുന്നു നമുക്ക് പുറത്തുനിന്നായിരുന്നു. അപ്പൊ ഞാൻ പുലർച്ച 2 മണിക്ക് അതുകൊണ്ട് 1-2 മണി 2:30 ഞാനിപ്പോ മിന്നു ഉറങ്ങാറുണ്ട്. വിളിച്ച് വേഗം ഓടി വന്ന് മരുന്ന് വാങ്ങി പോയി. അതൊക്കെ ഇതിൽ വിഷമമാണ്. പക്ഷെ മിന്നിന് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഉറക്കത്തിന് വിളിച്ചേൽപ്പിച്ച് ഒരിഞ്ഞ മഴ. പിന്നെ ഇവള് വിളിക്കുമ്പോഴേക്കും എനിക്കാണ് കറക്റ്റ് ആയിട്ട്. പക്ഷെ നമുക്ക് വിഷമാവും. പക്ഷെ മഴയത്താണ് ഈ പോയിക്കൊണ്ടിരിക്കണ അങ്ങനെയുള്ളൂ. അപ്പൊ ഇവിടുന്ന് അറിയും. പിന്നെ കുട കൊണ്ടുപോയില്ല എന്നാലും അത്രയും മഴയാണ് ഓടിയിട്ടൊക്കെ പോണേ. അപ്പൊ ഈ വേദനയുണ്ട് പെട്ടെന്ന് വാങ്ങണം അങ്ങനത്തെ സംഭവങ്ങൾ വൈകുന്നേരം കുറച്ചുണ്ടായി. പിന്നെ ചെറിയ ശ്വാസം ഞാൻ മെഡിക്കൽ കോളേജിൽ പോകേണ്ട വരും വെച്ചിട്ട് ഇവള് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചെന്ന് പറഞ്ഞു. അപ്പം മെഡിക്കൽ കോളേജ് വേദന എടുത്തു തുടങ്ങി. ഞാൻ ഓളിട്ട് തുടങ്ങിട്ടാ മിന്നോട്ട് തന്നെ എനിക്ക് അത്ര ഞാൻ അയ്യോ എനിക്ക് ഞാൻ ഭയങ്കര ഓളിയായിരുന്നു. പിന്നെ ചേച്ചിക്കാണെങ്കിൽ ഈ ആള് കുഴപ്പമില്ല. പക്ഷെ എന്നെ നോക്കാൻ അടിപൊളിയാ. പക്ഷെ ഉണ്ണീനെ അതെന്തൊരു സംഭവം വെച്ചാലേ ഒരാളെ കയറ്റുള്ളൂ. ഒരാളെ കയറ്റി കഴിഞ്ഞാൽ സുഖപ്രസവത്തിന് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അത് കുഴപ്പമില്ല ഒരാളെ കയറ്റി. പക്ഷെ സിസേറിയനാണെങ്കിൽ 2 ചേച്ചിമാരെ കയറ്റണം. അത് മാത്രം അവിടെ വെച്ചിട്ട് അത് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നിയ അവിടെ എല്ലാവർക്കും എനിക്കും തോന്നിയില്ല. പക്ഷെ അവര് ഇപ്പൊ നമ്മളോട് പറഞ്ഞു. പക്ഷെ ഞങ്ങള് വീഡിയോടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇനിയിപ്പോ ആരെങ്കിലും കേൾക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇത് മാറ്റം വരാണെങ്കിൽ വന്നോട്ടെ. എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ സിസേറിയൻ കഴിഞ്ഞ് വയറിന്റെ ഇവിടെ നിന്നൊക്കെ പൊളിച്ചിട്ടിരുന്ന ആളെ എങ്ങനെ പോയിട്ട് നല്ല ഇതിൽ താങ്ങണം. ആ താങ്ങാന്ന് പറഞ്ഞ എളുപ്പമല്ല. ഫുള്ള് വെയിറ്റ് ആയിരിക്കും. പിന്നെ ഒരു പ്രായമായ അമ്മയായാലും ഇപ്പൊ വേറെ ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വിളിച്ചാൽ ആ ചേച്ചിയും അമ്മയുടെ ഒരു പ്രായം തന്നെയാണ്. അപ്പൊ പിടിക്കൊരു പരിമിതി പിടിച്ചങ്ങനെ നടക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ പ്രശ്നം. ഞാനെന്താ വെച്ചാൽ വന്ന വഴിക്ക് തന്നെ സംഭവം ഇങ്ങനെയാന്ന് എനിക്കറിയാം. ഇങ്ങനെയാണ് അവിടെ ഒരാളെ കയറ്റുള്ളൂ എന്ന് മുന്നേ അറിയാലോ. അവിടെ എഴുതി വെച്ചിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ വന്ന വഴിക്ക് തന്നെ റൂമിൽ എഴുതി കൊടുത്തു. സർജറി കഴിഞ്ഞ് വേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ നമുക്കാണ് ഉള്ളി കയറാൻ പറ്റില്ല. ആ ചേച്ചിനെ ഒക്കെ സെറ്റ് ആക്കി രണ്ടുപേര് വേണം. ആ ചേച്ചി അടിപൊളിയായിരുന്നു. രണ്ടുപേര് വേണം. അടിപൊളിയായിരുന്നു ആള്. പക്ഷെ 2 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി അടിപൊളിയായി. അപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പോ ആ ചേച്ചി നല്ല അമ്മമാരായാലും 2 പേരുണ്ടെങ്കിൽ സുഖമായിട്ട് കുട്ടീനെ ഒരാൾക്ക് പിടിക്കാം. അല്ലെങ്കിൽ ഒരാളെ ഇവിടെ ബാത്റൂമിൽ കൊണ്ടുപോകണം 2 പേർക്ക് പിടിച്ചു കൊണ്ടുപോകാം. അപ്പൊ ഇനി ഇവിടെ ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ കുട്ടീനെ ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോ ഇവിടെ അടുത്ത ആളുണ്ട്. അങ്ങനെയൊക്കെ പറ്റും. അപ്പൊ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം തന്നെ നമുക്ക് റൂം കിട്ടി. റൂമിട്ട് അവർ ഞങ്ങള് സെക്യൂരിറ്റിക്കാരോട് സംസാരിച്ചു. നമ്മുടെ കാര്യമില്ലാന്നപ്പോ ആ ചേട്ടൻ നമുക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി സ്പീഡപ്പ് ആക്കി തന്നു. പിറ്റേ ദിവസം നമുക്ക് റൂം ഒന്നും നോക്കാല്ലേ. എല്ലാവരും അടിപൊളി. പെരുമാറ്റം ഒക്കെ ക്ലിയറാണ്. നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും ഒക്കെ ക്ലിയറാണ്. ഒരു പ്രശ്നങ്ങളും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്താ ഇത്തിരി സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ കുറവുണ്ട്. കുറച്ചും കൂടിയും ഇത് വരാണ്ട്. പക്ഷെ മാറ്റെന്ന് പറഞ്ഞ 1 മാസം 1.5 മാസം കഴിയുമ്പോൾ വേറെ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലേക്ക് ഈ ലേബർ റൂം ഒക്കെ മാറ്റുന്ന പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടാ. പിന്നെ എന്തിനാണ് മെയിനായിട്ട് പ്രസവ വാർഡില് പാട്ടൊക്കെ ഇടാ. അതന്നെ
നൈസായിട്ട് പാട്ട് നല്ല നല്ല മെലഡി സാധനം അടിപൊളിയാണ് ഇവര് പറയുന്നത്. ഞാൻ കേട്ടല്ല ഇവര് പറയുന്നത്. കൊണ്ടുപോകുമ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കോ നമ്മള് കുട്ടിക്കാനൊക്കെ നോക്കുമ്പോഴും ഇവള് പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലായിടത്തും പാട്ടൊക്കെ കേട്ട് സമാധാനം. ഞാനിപ്പോ ആദ്യം കേൾക്കണമെന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ സിസ്റ്റർമാര് നമുക്ക് സാറില്ല നമുക്ക് വേനുണ്ടോ അങ്ങനെ ഉണ്ടോ ഇങ്ങനെയുണ്ടോ ചോദിച്ചാൽ എല്ലാം ചെയ്യും. ചില സിസ്റ്റർമാര് എല്ലാവരും ഒരുപോലെ ആയിരുന്നു വരില്ലല്ലോ. ഇങ്ങനത്തെ ആൾക്കാർ. അപ്പൊ പേവാട് മാറി കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ഒരു ആശ്വാസമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കും മിന്നുവിനൊക്കെ റൂമില് കയറാം, ഇവിടെ സഹായിക്കാം. പിന്നെ ഇനിയിപ്പോ ഇവിടെ പിടിക്കണമെങ്കിൽ ഞാനുണ്ട്. സത്യം പറയാലോ അതില് ചെന്നിട്ട് അന്നത്തെ ദിവസം കണ്ണനാണ് കെട്ടി പിടിച്ചു കരഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ട എന്നോട് പറ്റില്ല. ഞാൻ കണ്ണേട്ടനെ അതെ കണ്ണ് നിറഞ്ഞിട്ട് ആള് നിൽക്കണേ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. എന്റെ മോള് ആദ്യ ഫസ്റ്റ് തന്നെ അതാണ് മിന്നുവിനും കണവിൽ കെട്ടിപ്പിടിച്ച് ഞാൻ കണ്ടു എനിക്ക് പറ്റുന്നില്ല. അപ്പൊ എന്തേ മിന്നു ചോദിച്ചു വയ്യ അമ്മയ്ക്ക് വയ്യപ്പോ ഇല്ല മിന്നു എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വേദന എടുത്തിട്ട് വയ്യ സഹിക്കാൻ പറ്റും. ഞാൻ എന്നി വർക്കായിരുന്നു. അത് ലാസ്റ്റ് പിന്നെ രണ്ടു ദിവസം സാരില്ലേ നീ വിഷമിക്കണ്ട മാറും മാറും. പിന്നെ പിന്നെ ഞാനും കൂടി ഉള്ളപ്പോ പിന്നെ കുഴപ്പമില്ലാണ്ട് വേദനക്കുണ്ട്. വേദന അന്ന് കണ്ടിട്ട് റൂമിലിരുന്നില്ല. കാരണം ഇത്ര പേരാകുമ്പോ ബുദ്ധിമുട്ടാവില്ല. ഞാനും മിന്നും പുറത്തന്നെ. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇനി റൂമിന് പുറത്ത് പോകണ്ട വേറെ നല്ല ഇവിടെ വൈകുന്നേരം ഉണ്ണി കറിയുമ്പോ പിന്നെ എനിക്ക് എനിക്കാൻ പറ്റുന്നില്ല, ചേച്ചിക്ക് പറ്റുന്നില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റയ്ക്ക് പറ്റില്ല. ഇവിടെ പിടിക്കലും ഉണ്ണീനെ പിടിക്കലും നടക്കില്ല. നീരുണ്ടല്ലോ പിന്നെ അവിടുത്തെ കട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റ്. ഞാനാണ് ഈ കുട്ടി മനുഷ്യത്തി മോള് കയറി പാടാ. ലാസ്റ്റ് കണ്ടിട്ട് വന്നപ്പോ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കിടന്നെ എണിക്കാൻ പറ്റില്ല. കെടുക്കണില്ല കെടുക്കണില്ല. പക്ഷെ ആൾ നീ കിടന്നോ ഞാൻ എണിപ്പിക്കാം നീ പിടിച്ചാ കുഴപ്പമുണ്ടായി. ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നുള്ള കാര്യങ്ങളൊക്കെ ഒരാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ ആ ചേച്ചി ഒരു 5 ദിവസമൊക്കെ ആയപ്പോ ആ ചേച്ചിക്ക് ഒരു കല്യാണമൊക്കെ ആയിരുന്നു. അപ്പൊ ആള് പോയി. ആളെ ബന്ധുവിന്റെയാണ്. അപ്പൊ ആള് പോയപ്പോ പിന്നെ നമുക്ക് എന്തിനാണ്ടായി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാം എല്ലാ സ്ഥലത്തേക്കും കയറ്റുള്ളൂ, നമ്മളെ കേട്ടില്ല. അപ്പൊ ഇവൾക്ക് ചൂടുവെള്ളം 5 മണി തൊട്ട് 6 മണി വരെയാണ് ചൂടുവെള്ളം ലേബർ റൂമിന്റെ ഉള്ളിലെ വരാന്ന് പറഞ്ഞാൽ പൈപ്പിലൂടെ വരുന്നത്. അപ്പൊ ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് പെണ്ണുങ്ങളെ കിടത്തുള്ളൂ. ഇവള് കുളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം കുളിക്കുന്നുണ്ട്. കാരണം പിറ്റേ ദിവസം അല്ലേ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റായി കുളിക്കുക, എന്നിട്ട് പിന്നെ മരുന്ന് വയ്ക്കാൻ അവർ വരും. അപ്പൊ 7 മണിയാകുമ്പോഴേക്കും എല്ലാം കഴിയണം. പക്ഷെ ഓടിയൊന്നും കുളിക്കാൻ പറ്റില്ല, ഇവർക്ക് വേദനയല്ലേ. അപ്പൊ ഈ ചൂടുള്ള എടുത്തോണ്ടെണ്ണം എന്നിട്ടാണ് കുളിപ്പിക്കുന്നത്. അപ്പൊ ഞാന് പോവാന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പുറത്തെ ചേച്ചിയോട് പറഞ്ഞു. ആ ചേച്ചിക്കാർക്കൊക്കെ പിന്നെ ഞങ്ങൾ പ്രസവത്തിന്റെ അവിടെ ലേബറിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ പരിചയമാണ് എല്ലാവരും പേവാടെടുത്ത കാരണം അവര് ഞങ്ങളുടെ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിയോട് പറഞ്ഞപ്പോ ആ ചേച്ചി ലാബ് റൂമിന്റെ ഉള്ളിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം നമുക്ക് വാർഡിലേക്ക് വെച്ചിട്ട് വാർഡിന്റെ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവരും. അങ്ങനെ 2 ദിവസം 3 ദിവസം അങ്ങനെ ചെയ്തു. അപ്പൊ അത് കുഴപ്പമുണ്ടായില്ല. പിന്നെ ഉണ്ണീനെ മറ്റേ തൂക്കം നോക്കാനും പിന്നെ ടെസ്റ്റുകളൊക്കെ അത് ഇത്തിരി പണിയും. അപ്പൊ എന്തിന്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ അവങ്ങോട്ട് കടത്തില്ല നമ്മളെ. ഞാൻ നേഴ്സിനോട് പറഞ്ഞു എനിക്ക് വേറെ ചേച്ചിയില്ല, ചേച്ചി ഒരു പരിപാടിയുള്ള കാരണം പോയി. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ കൊണ്ടുപോയി അവിടെ വരെ കൊണ്ടുവന്നാൽ മതി, അവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകണം. അങ്ങനെ 2 നേഴ്സുമാര് ഞാൻ അവിടെ വരെ കൊണ്ടുപോകും. മഴയാണ്, കുട പിടിച്ച് ഞാൻ ഉണ്ണീനെ കൊണ്ടുപോകും. ഇവള് റൂമിലല്ലേ. അപ്പോൾ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നേഴ്സുമാർ അവിടെ നിന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പം എണ്ണാമത് നടത്തുള്ളൂ. നേഴ്സുമാർ കൊണ്ടുപോയി തൂക്കം നോക്കി അല്ലെങ്കിൽ എന്തൊരു ടെസ്റ്റ് നോക്കിയാൽ ടെസ്റ്റ് വയ്ക്കുന്നു. അങ്ങനത്തെ ഗംഭീര ഇതൊക്കെ ഈ സഹായങ്ങളും കിട്ടിയിട്ടാണ്. അത് നല്ല അടിപൊളിയായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോൾ അവിടുത്തെ ഫുൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഈ വേദന കാര്യങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങൾ അത് പിന്നെ എന്തായാലും ഉണ്ടാവില്ല. ഇതുവരെ അടിപൊളി കാര്യങ്ങളായിരുന്നു. ഉണ്ണി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പിന്നെ മിന്നൂസ് പിന്നെ ഒരു ഇതുണ്ടായത് ഇവിടെ ഡിസ്ചാർജ് അന്ന് തന്നെ ഉണ്ണിക്ക് 2-3 പോയിന്റ് മഞ്ഞ ഇത് ഒരു ദിവസം മറ്റേ ലൈറ്റിന്റെ അവിടെ ഇട്ട് കെടുത്തി കഴിഞ്ഞാൽ മാറും. അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് ഉണ്ണിനെ ഡിസ്ചാർജ് ആക്കാൻ മതിയാകുമ്പോ ഞങ്ങൾ 3-4 പേരുള്ളൂ. ഞങ്ങള് വീട്ടിൽ പോയി അയ്യോ ഞങ്ങക്ക് തരണം ഞങ്ങക്ക് പറ്റില്ല എന്നൊക്കെ എല്ലാരും പറയാ. അപ്പൊ ഞാൻ പറഞ്ഞേ എന്നോട് ചോദിക്കാ നിനക്ക് പോകണമെന്നുണ്ട് നമുക്ക് പറയാം. അപ്പൊ ഞങ്ങളൊന്നുമില്ല. അപ്പൊ എന്താ നീലത്തെ എന്തിനാ എന്റെ ഭർത്താവ് എന്റെ 2 മക്കള് ഇവിടെ ഞങ്ങൾ ടൂർ പോയണ ഈ വേദനയുടെ ഒരു പ്രശ്നം മാത്രമല്ല. പിന്നെ ഉണ്ണീനെ അതും
നമ്മുടെ മിന്നൂസ് തന്നെയാണ് ആളെ ഒറ്റയ്ക്ക് പോയി ആളെ എടുത്തും പാല് കുടിക്കുന്ന സമയമാകുമ്പോ കരയാണെങ്കിൽ അമ്മനെ വിളിക്കും ബെഡ് ഉണ്ട് ഞാനിങ്ങനെ കിടക്കും ആള് പാല് കൊടുക്കുന്ന സമയം അമ്മ ഒന്നിച്ച് പാല് കൊടുക്കണം 1 മണി 2 മണി വരെ മിന്നു തന്നെ നോക്കണം കണ്ണേട്ടനും ഉണ്ടാവും അപ്പൊ കണ്ണേട്ടൻ ഇങ്ങനെ കസാലിരിക്കും ഇവള് കൊണ്ടുവന്ന് പാല് കൊടുക്കാതെ എന്നിട്ട് ഞാൻ കൊടുക്കും അപ്പൊ അവളത് എടുത്ത് കൊണ്ടുപോയി അരി എടുത്തു മിന്നൂസ് തന്നെ ചെയ്യുന്ന അപ്പൊ ചേച്ചി പോയി പിന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കാര്യങ്ങളാണ് ഒരു ദിവസം ഉണ്ണിന് കിടത്തുള്ളൂ പിറ്റേ ദിവസം തന്നെ പിന്നെ പറയാനുള്ള കാര്യത്തിട്ടാന്നറിയോ എനിക്ക് അവിടെ വെച്ചിട്ട് കുറെ ഒരു 3-4 ഫ്രണ്ട്സിനെ കിട്ടിട്ടാ ഫ്രണ്ട്സിന്റെ മുസ്ലിം അങ്ങനെ കുറെ പേരിനെ കിട്ടി ഇവര് പ്രസവ വാർഡില് ഒരുമിച്ച് അഡ്മിറ്റ് ആയിരുന്നു അതിലെനിക്ക് രേവതി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടാ അടിപൊളി ഫ്രണ്ട്സ് ഞാനും അവളും ഒരേപോലെയാ പിന്നെ എനിക്ക് എന്തെങ്കിലും വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ വിളിക്കും നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടടി അതുണ്ട് അപ്പൊ ആ കൃത്യം കാരണം എനിക്ക് എന്തെങ്കിലും ഉണ്ടോ അപ്പൊ കുറച്ച് കഴിയുമ്പോ അത് അവൾക്ക് ഉണ്ടാവും അപ്പൊ ഞാൻ പറയും ചുമ ഒന്നുണ്ട് അപ്പൊ എനിക്ക് ചുമ വന്നില്ല കുറച്ച് കഴിയുമ്പോ അവൾക്ക് ചുമയുണ്ട് അപ്പൊ സമാധാനം ഉണ്ട് നിനക്ക് ഉണ്ടല്ലോ അപ്പൊ സ്റ്റിച്ചിന്റെ അടിപൊളിയാട്ടാ ഇപ്പോഴും ഇവര് തമ്മിൽ നല്ല കണക്ടിങ് ഉണ്ട് ഇപ്പൊ ഇവൾക്ക് ഇപ്പൊ എന്തെങ്കിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരുന്ന് അയച്ചു കൊടുക്കാം പറഞ്ഞുതരും ഇവൾക്ക് എല്ലാം പറയുകയാണെങ്കിൽ ഇവള് പറഞ്ഞു കൊടുക്കും അങ്ങനെ കണക്ടിങ് ഉണ്ട് കേട്ടോ അത് ആ കുട്ടീനെ മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ അവിടെ ചെറിയ ചേച്ചിനെ പരിചയപ്പെട്ടു അത് മലപ്പുറത്തുള്ള ചേച്ചിയാണ് ആ ചേച്ചിനെ പരിചയപ്പെട്ടു ആ ചേച്ചി കുട്ടീനെ കാണാൻ വന്നു കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിക്കൊണ്ടു എന്നിട്ട് കണക്ടിങ് ഇപ്പോഴും ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല കണക്ടിങ് ഉണ്ണിയുടെ പേരുകൾ വിളിച്ചോണ്ട് പോയേ അത്ര ഇഷ്ടമായിരുന്നു നമ്മള് ഇങ്ങനെ കഥകളും കാര്യങ്ങളും പിന്നെ ഇങ്ങനെ സംസാരം ആണുങ്ങളായിട്ട് ഞാൻ മാത്രമാണ് അവിടെ എല്ലാവരോടും സംസാരിക്കുന്നത് ബാക്കി എല്ലാവരും ഒക്കെ ഭയങ്കര ഗൗരവത്തിൽ നടക്കുന്ന ആണുങ്ങളാണ് സത്യം പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ചേച്ചിമാരോട് എല്ലാവരോടും സംസാരിക്കും ചേച്ചിമാരോടും അതല്ല ചേട്ടന്മാരോടൊക്കെ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ വന്ന് പോകുന്ന ആൾക്കാരാണ് നിൽക്കണ ആളുകൾ കുറവാണ് വന്ന് പോവാൻ ഞാൻ മാത്രമാണ് അവിടെ 24 മണിക്കൂർ നിൽക്കണം അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പെണ്ണുകളായിട്ടായിട്ട് കണക്ടിങ് വന്നു പിന്നെ ഈ കഥകള് ചോക്കില് നമ്മുടെ കഥകള് കാര്യങ്ങൾ അപ്പൊ അവർക്ക് ഇഷ്ടമായിട്ട് കുറെ പേര് കാണാനൊക്കെ വന്നു ഇവിടെ ആ റൂമിൽ കാണാൻ വന്നു സെക്യൂരിറ്റി വന്നു പിന്നെ അവിടെ ആ ചേച്ചിന്റെ നമ്പർ കിട്ടിയിട്ടില്ല ഞാൻ ഇനി പോകുമ്പോ ആ ചേച്ചിന്റെ നമ്പർ വാങ്ങും ആ ചേച്ചി പേരും ചോദിക്കാൻ മറന്നു അതാണ് സത്യം ഉണ്ടായത് അപ്പൊ അങ്ങനെ കുറെ ഈ സംഭവം ഈ ഞങ്ങളുടെ ആശുപത്രി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളിയാണ് പക്ഷെ അവിടുത്തെ സൂപ്രണ്ടിന്റെ ഒക്കെ കഴിവാണ് ഞാൻ നോക്കിട്ട് കാരണം ആ സൂപ്രണ്ട് അവിടെ നടന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവരും പേടിയുള്ള ബഹുമാനമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ സാറ് വരും വേഗം അത് ചെയ്തോളാം സംഭവം ഉണ്ട് അവിടെ പെരുമാറ്റം അവിടെ ഉള്ള എല്ലാവരും പെരുമാറ്റം പക്കെ അത് അങ്ങനെ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്രണ്ട് അത്രയും സ്ട്രിക്റ്റ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പെരുമാറ്റം പോലും ഒരാൾ ദേഷ്യപ്പെടുന്നില്ല അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട് പക്കയാണ് കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഇഷ്ടമായത് ജില്ലയായിട്ട് അടിപൊളി ഇരിങ്ങാലക്കൂടെ അതാണ് എൻ്റെ ഒരു ധാരണ കാരണം വെച്ച് കഴിഞ്ഞാൽ മിന്നുവിന്റെ ഫസ്റ്റ് ജില്ലയിലായിരുന്നു അന്ന് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ പോയപ്പോ ഈ പ്രാവശ്യം പോയപ്പോ ഒക്കെ മിസ്സിങ് ഭീഷണിക്കാരനൊക്കെ പെരുമാറ്റാണ് പോരാ പിന്നെ മൊത്തത്തില് ഒരു എയിമില്ല ഞാൻ നോക്കിട്ട് എനിക്ക് അത്ര എയിം തോന്നി ജില്ലയിൽ പോയി ഇവിടെ പോകുമ്പോ നമ്മളെവിടെയും കേറുന്നു ഞാൻ കറക്റ്റ് ടൈം ചോദിക്കുമ്പോ അവര് ചോദിക്കണ്ട മോള് പ്രഗ്നന്റ് അല്ലേ ഇവിടുത്തെ സ്ഥലല്ലേ മോള് വായോ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് പ്രശ്നങ്ങളുണ്ട് അവിടെ ഒന്ന് ഈ ഒരു ചേച്ചിനെ നിർത്തുന്നത് അവിടെ പ്രസവിക്കാൻ പോണ പെണ്ണിന്റെ ഒരു ചേച്ചിനെ നിർത്തുന്നത് അത് ഞാൻ്റെ ഒരു ഇതിൽ പറയാം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സർജറി ആണെങ്കിൽ 2 ചേച്ചിമാരെ നിർത്തും സുഖപ്രസവമാണെങ്കിൽ ഒരാൾ നിർത്തിയാൽ മതി കാരണം ആ കുട്ടിക്ക് അധികം വലിയ പ്രശ്നം ഉണ്ടാവില്ല വേദനകളും കാര്യം ഉണ്ടാവില്ല അപ്പോഴത്തെ ഒരു ഇതുണ്ടാവുള്ളൂ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എല്ലാവരും നടന്നിട്ടാ പോകണം സുഖപ്രസവം ബുദ്ധിമുട്ടില്ല എന്നല്ല പക്ഷെ സുഖപ്രസവത്തിന്റെ നമ്മൾ കാണുമ്പോൾ അവിടെ ശരിക്കും എല്ലാവരും ഓടിച്ചാടി നടക്കണ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട് കാരണം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ അവർ നടന്നിട്ട് എൻ്റെ സുഖമായിട്ട് പോകണം കുഴപ്പം തോന്നില്ല ഇവർക്ക് നടക്കാൻ പോലും പറ്റില്ല ഇവർക്ക് 2 പേരും എന്തായാലും വേണം ആ ഒരു ഇതാണ് ഒരു കാരണമുള്ളതുകൊണ്ടാണ് പിന്നെ അതാണ് നമ്മൾ ഒരു മിസ്റ്റേക്ക് ആയി തോന്നിയിട്ടുള്ളൂ അതൊരു മിസ്റ്റേക്ക് പിന്നെ എന്താ വെച്ചാൽ സ്ഥല സൗകര്യക്കുറവാണെന്ന് തോന്നിയിട്ടുണ്ടാകുന്നത് അതെന്തായാലും ഇപ്പോൾ തീരുന്നു തോന്നണം കാരണം വെച്ചാൽ ബിൽഡിംഗ് വരെ പണം മാറ്റുന്നുണ്ട് അപ്പോൾ അത് തീരും ഇത് മാത്രമാണ് ഒന്ന് നോക്കാനുള്ളത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം സൂപ്രണ്ടിന്റെ കേസ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻറ്റീൻ അടിപൊളി ക്യാൻറ്റീനാണ് ജില്ലാശുള്ള ക്യാൻറ്റീൻ കാര്യമില്ല ക്യാൻറ്റീനിലത്തെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് പെരുമാറ്റം ക്യാൻറ്റീനിൽ പോകുന്ന ആൾക്കാർ ആദ്യം വെയിറ്റ് ചെയ്യിപ്പില്ല പെരുമാറ്റം പക്ക ഏറ്റവും അവസാനം ഞാൻ അവിടെ നിന്ന് പോരുന്ന സമയത്ത് ഞാൻ അവരോട് സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ കാരണം ഒക്കെ ക്യാൻറ്റീനിൽ നിന്നാണല്ലോ ഇവൾക്കുള്ള ഫുഡ് അവിടെ നിന്ന് കിട്ടും നമുക്ക് കാശ് കൊടുത്തന്നെ വേണം
അപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ഫുഡ് നല്ലത്, നിങ്ങൾ വെയിറ്റ് ചെയ്യിപ്പില്ല, അടിപൊളിയാണ്, വൃത്തിയൊക്കെ അടിപൊളിയാണ് ചേട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ പോരാടാ, ജില്ലാ ആശുപത്രിയിൽ കാര്യമില്ല, ഞങ്ങൾ ഒരു വട്ടം പോയിട്ടുള്ളൂ, അതോടുകൂടി ഞങ്ങൾക്ക് മതിയെന്ന് പറഞ്ഞു. ഇവിടെ വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആൾ പറയാ ജില്ലാ ആശുപത്രിയിൽ ഞങ്ങളതിൻ്റെ ടെൻഡർ എടുത്തണം, പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധ ഞങ്ങളുടെ കുറവാണ്, കാരണം ഇവിടെ എങ്ങനെയുള്ള കാരണം 2-3 സ്ഥലത്തുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ നീ പറഞ്ഞത് നന്നായി, ജില്ലാ ആശുപത്രിയിലത്തെ ക്യാൻറ്റീനെ ഞങ്ങൾ ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുന്നുണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഫ്രീ അല്ലേ? ആ ഫുഡ് ഇവിടേക്കുള്ള ഫ്രീ ആണ്, ഫ്രീ ആണ്. കാലത്ത് ചായ, ചോറ്, കഞ്ഞി അതൊക്കെ ഫ്രീ ആണ്. എനിക്കും മിന്നൂസിനും ആ ചേച്ചിക്കുള്ളത് മാത്രമാണ് നമ്മൾ വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ അതിന് നല്ല എമൗണ്ട് വരും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുഡിന് തന്നെ വരും, പൈസ വരുന്നുണ്ട്. ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലല്ല, നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഇത്ര ആൾക്കാർക്ക് 3 നേരം 4 നേരം വാങ്ങിക്കൊണ്ടിരിക്കില്ലേ, അപ്പം അതിന് വരും. അപ്പോൾ ക്യാൻറ്റീൻ അടിപൊളി. പിന്നെ ക്യാൻറ്റീനിൽ ഒരു പ്രശ്നം ഇതും കൂടി ഉണ്ട്, 3 നേരം ഭക്ഷണം ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകണമെന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ക്ലിയർ ആണോ എന്ന് കറക്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്യാൻറ്റീനിലത്തെ ഭക്ഷണം നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടുത്തെ സൂപ്പറിൻ്റെ കഴിവ് കൂടിയല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കൊടുക്കണം, രോഗികൾക്കായാലും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കായാലും നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ള രീതി. അപ്പോൾ അത് അടിപൊളിയാണ്. അവിടെ നമ്മുടെ റോഡ് പണിയുള്ള കാരണം ഇത്തിരി ബുദ്ധിമുട്ടി, വളഞ്ഞു തിരിഞ്ഞ് പോകണം. പിന്നെ സർജറി പിന്നെ അങ്ങോട്ട് പ്രഗ്നൻ്റ് ആയ പെണ്ണിനെ കൊണ്ടുപോയ ഒരു ബുദ്ധിമുട്ട്. അതായത് ഈ റോഡ് പണി നടക്കാൻ ഇത്ര ലോങ് അല്ല. അപ്പൊ നമ്മുടെ അവിടെ ഒരു 15 കിലോമീറ്റർ ഉണ്ട്. തൃശ്ശൂർ ജില്ലാ ആശുപത്രി ആണെങ്കിൽ 6 കിലോമീറ്ററോ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് ഒരു ഞായറാഴ്ച അത് കഴിഞ്ഞ് ഞായറാഴ്ച ഞങ്ങള് കൊണ്ട് പോന്നു. ഞായറാഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഞങ്ങള് വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പൊ നമ്മളവിടുത്തെ വിശേഷങ്ങളും പിന്നെ അഡ്മിറ്റ് ആയപ്പോഴുള്ള വിശേഷങ്ങൾ പറയാനാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ചെയ്തിട്ടില്ല, ഇവിടെ ഒന്ന് എയിമോട്ടാണ്. അപ്പോൾ അടിപൊളിയായി. ഇപ്പൊ ഇന്നൊക്കെ 21 ദിവസമായി. പിന്നെ ഒരു കാര്യം, നമ്മളീ പറഞ്ഞ എന്തിനാ പോയെന്ന് അറിയില്ലേ, നീ ഡാവിനെ കൊണ്ടാണ് പോയത്. ഈ ഡാവ് കൂടെ കിടക്കുന്നുണ്ടാ. ആള് അടിപൊളിയാണ്. 3,750 ഉണ്ടായിരുന്നു കേട്ടാ. ആളിപ്പോ പാല് പിടിച്ച് ഉറങ്ങണ. പിന്നെ അത് മാത്രല്ല, എന്റെ 2 മക്കളും എനിക്ക് എന്താ പറയുക, ദൈവം സഹായിച്ചിട്ട് ഇങ്ങനെ കറിയും പാല് കുടിച്ച നല്ല രസകറി. പാല് കുടിച്ച് സൈലന്റ് ആയി രാത്രി തുടങ്ങി. ഈ ആളെ കൊണ്ടാണ് ഞങ്ങള് പോയത്. പോകുമ്പോ ഞങ്ങള് 3 പേര് പോയി, 4 പേരെ തിരിച്ചു. 4ാമത്തെ ആള് അപ്പൊ ഈ വീഡിയോ ചെയ്യാനാണ് നമ്മള് ഈ വിശേഷങ്ങൾ പറയാൻ കൂടിയാണ് കേട്ടോ. അപ്പൊ നമ്മളെ സഹായിച്ച എല്ലാവർക്കും നന്ദി, പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എന്നെ ഇത്രയും സ്നേഹിച്ചെന്റെ ഇത്രയും എന്താ പറയാ വേദനയൊക്കെ എടുത്ത് എന്നെ ഇങ്ങനെ നോക്കണം എന്റെ കൊണ്ടായിട്ടുണ്ട് നന്ദി. കൊണ്ടെങ്കിൽ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. കാരണം കുറേ പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെയാണോ നോക്കണത്. അപ്പൊ അതിന്റെ വീഡിയോ നമ്മള് ഇങ്ങനെ ബാക്കിയോടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം. കുറെ ബുദ്ധിമുട്ടിയാലും നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കുക ഒരാളുണ്ടെങ്കിൽ അടിപൊളിയാ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇപ്പൊ ആണുങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കും ചെയ്യാം, ആണുങ്ങൾക്കും ചെയ്യാം. ഇന്ന സാധനങ്ങളൊന്നുമില്ല, എല്ലാവരും ചെയ്യാൻ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ജോലികളുള്ളൂ. പിന്നെ കൂടെ നിൽക്കാൻ പറ്റിയ നല്ല ഇതിൽ കട്ടയ്ക്ക് നിന്നാൽ മതി, ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ നോക്കാം. ലെങ്ത് കൂടാന്ന് തോന്നിട്ടാ പറയാൻ ഇനിയുണ്ട് കുറെ കാര്യങ്ങൾ, പക്ഷെ ലെങ്ത് ഭയങ്കരമായിട്ട്. അപ്പോൾ ശരി, ഞാൻ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ടാറ്റ.